ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മീഷോൻ്റെ പ്രൊഡക്ട്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. മീഷോയിൽ നിന്ന് ഞാൻ പൊതുവെ അധികം പർച്ചേസ് ചെയ്യാറില്ലായിരുന്നു കുറച്ച് നാൾ വരെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ക്രോക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പീസസൊക്കെ ആട്ടോ വാങ്ങിക്കുന്നത്. ഡ്രസ്സൊന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ച് നോക്കിയിട്ടില്ല മീഷോയിൽ നിന്ന്. ക്രോക്കറീസിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി പീസസൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ഞാൻ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അതൊക്കെ വന്നിട്ടാകുമ്പോൾ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമേ. ഈ ഒരു ബൗൾ സെറ്റ് വാങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാനിതിപ്പം ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സെറ്റ് വരുന്നത് 3 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ വലിപ്പവും ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമാണ്. നമുക്ക് ഫ്രൈ ഐറ്റംസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനമാണ്. മെയിനായിട്ടും ഇത് സാലഡ് ബൗൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മലയാളികൾ പിന്നെ അധികം സാലഡ്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5.5, 6.5, 7.5 ഇഞ്ചസാണ് കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബൗൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള പ്രിൻറ്റുകളൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. ഈ ഒരു പ്രിൻറ്റിൽ മാത്രമല്ല പല വെറൈറ്റി പ്രിൻസിലും സാലഡ് ബൗൾസ് മീഷോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയെടുക്കുകയേ വേണ്ടൂ. പിന്നെ സെർവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നല്ല വെയിറ്റാണ് കേട്ടോ. ഞാൻ ഈ സാധനങ്ങളുടെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങ് കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വുഡൻ ട്രേ ആണ്. അതും കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ മായുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ട്രേ വന്നിരിക്കുന്നത് MDFൻ്റെ ബോർഡിലാണ്. അതിൻ്റെ അടിവശത്ത് ബുഷസൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ബോർഡ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ റേസിൻ ആർട്സൊക്കെ ചെയ്യില്ലേ, ആ ഒരു ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പ്രിൻ്റൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷൈനിങ് ഒക്കെ കൂടി തന്നെയാണ് ഇതിൻ്റെ പ്രിൻസൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ട്രേ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റീവ് പർപ്പസിനായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ സെർവിങ് പർപ്പസിനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അത്ര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തുമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ട്രേ ആരും വെള്ളം നനച്ച് കഴുകാനൊന്നും നിൽക്കണ്ട കേട്ടോ. കഴുകിയാൽ ചിലപ്പോൾ ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാനിതുവരെ ഇത് കഴുകി നോക്കിയിട്ടില്ല. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായിട്ടുണ്ട്. തുടച്ച് വെക്കുകയേ ചെയ്യുന്നുള്ളൂ. കഴുകിയാൽ MDFൻ്റെ ബോർഡ് ആയതുകൊണ്ട് തന്നെ ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ്. ബാക്കിയുള്ള സാധനങ്ങളെ പോലെ തന്നെ ഇതിലും പല വെറൈറ്റീസും പല ഡിസൈനിലും പല കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 2 മാസമായിട്ടുണ്ട് ഈ ഒരു ട്രേ വാങ്ങിയിട്ടെന്ന്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനാണ്. ടീ പോയിൻ്റ് മുകളിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെയാണ് ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MDFൻ്റെ ബോർഡ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, അധികം വെയിറ്റൊന്നുമില്ല. തീരെ തിന്നായിട്ടുള്ള MDFൻ്റെ ബോർഡ് വെച്ചിട്ടാണ് ഈ ഒരു ട്രേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തത് പരിചയപ്പെടുത്തുന്നത് സെറാമിക്കിൻ്റെ തന്നെ ഒരു ജാറാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. 1/2 കിലോ സാധനങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തന്നെ ഒരു ജാറാണ് കേട്ടോ. ഈ ഒരു ജാറ് കാണാനും നല്ല ഭംഗിയാണ്, പക്ഷേ എയർ ടൈറ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് വയ്ക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിത് ഉപയോഗിക്കുന്നത് ടീ ബാഗ്സും അതുപോലെ തന്നെ കോഫിയുടെ പൗച്ചസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയാട്ടോ ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ മീഷോൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ സാലഡ് ബൗൾ വാങ്ങിച്ചു, അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ തന്നെ ഈ ഒരു ജാറ് വാങ്ങിച്ചു. അങ്ങനെ സെറാമിക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നത് പെർഫെക്റ്റ് പാക്കിങ്ങിലായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഡാമേജ് പോലും ഇതുവരെ സാധനത്തിനൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കിച്ചൺ മാറ്റാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ് പാത്രം കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാറ്റ് യൂസ് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ച് വെച്ചത്. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇതിപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട് ഇത്. കിച്ചണിൽ പാത്രം വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഈ മാറ്റ് ഡോർ മാറ്റ്സ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ ഇത്. ഈ ഒരു മാറ്റിൻ്റെ പുറകിൽ ഒരു റബ്ബർ ഫിനിഷിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. സ്ലിപ്പ് ആവുന്നൊന്നുമില്ല കേട്ടോ. നിലത്തിട്ട് നമ്മൾ ചവിട്ടുന്ന സമയത്ത് സ്ലിപ്പ് ആവുന്നൊന്നുമില്ല. ഒരു സ്ഥലത്തിട്ട് അത് അവിടെ കിടന്നോളും അനങ്ങാണ്ട്.
പിന്നെ മുകളിൽ ഒഴിക്കുന്ന വെള്ളം താഴത്തേക്കൊന്നും വീഴുന്നില്ല, ആ മുകളിൽ തന്നെ അങ്ങ് കിടന്നോളും. ഒരു നല്ല സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്രീപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഐക്കിയയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ റേറ്റ് കൂടുതലാണ്. ഐക്കിയയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേറ്റാണ് ഈ സാധനത്തിന്. 400 സംതിങ് രൂപ അങ്ങനെ എന്തോ ഉണ്ട്. ഇതിൻ്റെ ലീവ്സിനൊക്കെ തന്നെ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ലീവ്സായിട്ട് നിറയെ തിക്കായിട്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിരിക്കുന്നത്. 2 കളറിലാട്ടോ ഇതിൻ്റെ ലീഫ് ഉള്ളത്. ഒന്ന് ലൈറ്റ് ഗ്രീനും പിന്നെ ഒന്ന് ഡാർക്ക് ഗ്രീനും. നമ്മൾ എവിടെയെങ്കിലും വെക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രീപ്പേഴ്സൊക്കെ ഇങ്ങനെ താണ് കിടക്കും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് വാങ്ങിച്ച് കൈ കിട്ടിയപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കുഞ്ഞൻ പോട്ടിൽ ഇത്രയും വള്ളികൾ താങ്ങി നിൽക്കുമോ എന്നുള്ളത്. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട് ആ സാധനം. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്കൊന്നും വീഴുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങൾ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളൂ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.